കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ആശുപത്രി ഗൈനക്കോളജി വിഭാഗം അന്വേഷണം പ്രഖ്യാപിച്ചു. വിഷയത്തിൽ ഗൈനക്കോളജി വിഭാഗം സൂപ്രണ്ട് അരുൺ പ്രീത് വകുപ്പ് മേധാവിയോടാണ് റിപ്പോർട്ട് തേടിയത്. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിനി വിലാസിനിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 5:25ഓടെയാണ് പേരാമ്പ്ര സ്വദേശിനി വിലാസിനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഈ മാസം 7-ാം തീയതി ഗർഭപാത്രം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് വിലാസിനി ശസ്ത്രക്രിയക്ക് വിധേയയായിരുന്നു. ശസ്ത്രക്രിയക്കിടെ വിലാസിനിയുടെ കുടലിന് ചെറിയ മുറിവ് പറ്റിയതായും സ്റ്റിച്ചിട്ടതായും ഡോക്ടർമാർ അറിയിച്ചതായി കുടുംബം പറഞ്ഞു. കുടലിൽ മുറിവുണ്ടായ സ്ഥലത്താണ് അണുബാധയെന്നും അണുബാധയുള്ള ഭാഗം മുറിച്ചു കളയണമെന്നും പിന്നീട് ഡോക്ടർമാർ അറിയിച്ചതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു കുടലിനൊരു ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. ആ സർജനെ വിളിച്ച് തുണി ചെറുതിൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേന്ന് തന്നെ അവർ വാർഡിലോട്ട് മാറ്റി റൗണ്ട്സിന് വന്നപ്പോഴത്തേനും ഡോക്ടർമാർ പറഞ്ഞു ഫുഡ് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. രാവിലത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് വയറുവേദന കൂടി. അപ്പോഴത്തേനും ഡോക്ടർമാരെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന്. അത് കഴിഞ്ഞിട്ട് പെയിൻ കില്ലറിന് വേണ്ടിയിട്ട് അവർ പാരസെറ്റമോൾ കൊടുത്തു. അത് എന്നിട്ടും വേദന ഒന്ന് കുറയാഞ്ഞപ്പോഴത്തേനും ഐ സിയിലോട്ട് മാറ്റി അവരോട് നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേദന വന്നതെന്ന്. അവരൊന്നും ഓപ്പണായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. വിലാസിനിയുടെ മരണത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഗൈനക്കോളജി വിഭാഗം സൂപ്രണ്ട് അരുൺ പ്രീത് വകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിലാസിനി രക്തസമ്മർദ്ദവും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന രോഗത്തിന്റെ ചികിത്സയ്ക്കായി സ്റ്റിറോയിഡ് മെത്രോട്രൈസെറ്റ് എന്ന മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നും കുടലിൽ തുന്നലിട്ട ഭാഗത്ത് ലീക്ക് കണ്ടതിനെ തുടർന്നാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.